ഇടതുമുന്നണിയുടെ കൺവീനർ തന്നെ പറഞ്ഞു BJP നിർത്തിയിരിക്കുന്നതെല്ലാം മിടുക്കന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. എന്തായാലും ഇ പി ജയരാജൻ്റെ ആ പ്രസ്താവനയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. സത്യം ഒരു പ്രാവശ്യമെങ്കിലും ഇ പി ജയരാജൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗോവിന്ദനും ഭീഷണിപ്പെടുത്തി ഇ പി ജയരാജൻ്റെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇ പി ജയരാജൻ പറഞ്ഞതാണ് സത്യം. കേരളത്തിൽ ഇന്ന് NDA മുന്നണി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം നല്ല അസലായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ, നല്ല സ്ഥാനാർത്ഥികളെയാണ് BJP അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. LDF-നും UDF-നും പ്രസക്തി നഷ്ടമായി എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന ഒരു നില കേരളത്തിൽ വന്നിരിക്കുന്നു. ഇന്നലെ 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളാണ് ഒരു വേദിയിൽ മോദിയെ സ്വീകരിക്കാൻ എത്തിയത്. അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേരളത്തെ സംബന്ധിച്ച്. കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള 2 മുഖ്യമന്ത്രിമാർ, അത്രയും നല്ല 2 മുഖ്യമന്ത്രിമാർ കേരളത്തിൽ അതിന് മുമ്പുണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കേരളം അംഗീകരിക്കുന്ന 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളാണ് ശ്രീ അനിൽ കെ ആന്റണിയും ശ്രീമതി പത്മജ വേണുഗോപാലും ഇന്നലെ അവിടെ മോദിജിയെ വരവേൽക്കാൻ സ്വീകരിക്കാൻ വന്നിരുന്നു. ശ്രീമതി പത്മജ വേണുഗോപാൽ ഇന്നലെ പ്രസംഗിച്ച ഒരു കാര്യം കോൺഗ്രസ് നേതാക്കന്മാരുടെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. പ്രധാനമന്ത്രിയുടെ വേദിയിൽ ഏറ്റവും മുൻനിരയിൽ വനിതകൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നൽകിയ പ്രാധാന്യം പത്മജ വേണുഗോപാൽ എടുത്തു പറയുണ്ടായി. സ്ത്രീകളോടുള്ള കോൺഗ്രസിന്റെ സമീപനം, ഇടതുമുന്നണിയുടെ സമീപനം, ഒരു സീറ്റാണ് സ്ത്രീകൾക്ക് മത്സരിക്കാൻ UDF മാറ്റിവെച്ചിരിക്കുന്നത്. 20 സീറ്റിൽ 1 സീറ്റ്. ഭാരതീയ ജനതാ പാർട്ടി ഇതിനോടകം തന്നെ 3 സീറ്റുകൾ പ്രഖ്യാപിച്ചു. ഇനി പ്രഖ്യാപിക്കാനുള്ള സീറ്റുകളോട് വരുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനിതകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്ന പാർട്ടിയും മുന്നണിയുമായി ഭാരതീയ ജനതാ പാർട്ടി, ഏറ്റവും കൂടുതൽ വനിതകൾക്ക് അവസരം കൊടുക്കുന്ന മുന്നണിയായി ദേശീയ ജനാധിപത്യ സഖ്യം മാറുകയാണ്. ഇരു മുന്നണികളും സ്ത്രീകളെ അവഗണിച്ചപ്പോൾ, അവർക്ക് അവസരങ്ങൾ നിഷേധിച്ചപ്പോൾ സ്ത്രീ ശാക്തീകരണം യഥാർത്ഥത്തിൽ നടപ്പാക്കുന്ന പാർട്ടിയും മുന്നണിയുമായി ദേശീയ ജനാധിപത്യ സഖ്യം മാറിയിരിക്കുകയാണ്. ഇത്തവണ സ്ത്രീ സമൂഹത്തിൻ്റെ ഭീമമായിട്ടുള്ള പിന്തുണ BJPക്കായിരിക്കും, നരേന്ദ്രമോദിക്ക്. സ്ത്രീകൾക്കിടയിൽ, കേരളത്തിലെ സ്ത്രീകൾക്കിടയിൽ ശ്രീ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള, BJPക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു വികാരം ശക്തിപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അതാണ് ഇന്നലെ പത്മജ വേണുഗോപാൽ സൂചിപ്പിച്ച കാര്യം. കോൺഗ്രസ് സ്ത്രീകളെ എങ്ങനെയാണ് അവഗണിക്കുന്നത്, ഏത് രീതിയിലാണ് അവരോട് പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ നേർചിത്രം മുഖ്യമന്ത്രിയായിരുന്ന K. കരുണാകരൻ്റെ മകൾ തന്നെ